അത് നമ്മൾ ഇതിനകത്ത് ഈ കോച്ചിങ്ങിൻ്റെ പാർട്ടായിട്ട് നമ്മൾ ആളുകളെ പഠിപ്പിക്കുന്നൊരു കാര്യമാണ്. വളരെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഹൈ പെർഫോമർ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, യു ആർ ഓൾവേസ് റീപ്ലേസബിൾ. നിങ്ങൾ എത്ര വലിയ ആളായാലും നിങ്ങൾ റീപ്ലേസ് ചെയ്യാൻ സാധിക്കും. നിങ്ങളൊരു CEO ആണെങ്കിലോ, നിങ്ങളൊരു കുടുംബത്തിൻ്റെ നാഥനാണെങ്കിലോ, നിങ്ങൾ ഭാര്യയാണെങ്കിൽ ഭർത്താവാണെങ്കിലോ, യു ആർ റീപ്ലേസബിൾ. അപ്പോൾ ആ ഒരു തോട്ട് നമ്മളിൽ എപ്പോഴും ഉണ്ടാകേണ്ട കാര്യമാണ്, യു ആർ റീപ്ലേസബിൾ. പല ആളുകളും വിചാരിക്കും ഞാനില്ലെങ്കിൽ ഈ ഓഫീസ് നടക്കില്ല, ഞാൻ പോയാൽ എൻ്റെ കമ്പനി അവതാളത്തിലാവും, ഞാൻ പോയാൽ എൻ്റെ ഭാര്യ പ്രശ്നത്തിലാവും, ഞാൻ ഇല്ലെങ്കിൽ എൻ്റെ മക്കൾ അനാഥരാകും. ഇതെല്ലാം വെറും ഒരു തോട്ട് മാത്രമാണ്. നിങ്ങളില്ലെങ്കിലും നാളെ കാര്യങ്ങൾ നടക്കും. പല ആളുകൾ മരിച്ചു കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ആദ്യമൊക്കെ വലിയ കരച്ചിലായിരിക്കും, നിലവിളിയായിരിക്കാം. അതെ. പിറ്റേ ദിവസം ആകുമ്പോൾ നിലവിളി കുറഞ്ഞു, കരച്ചിൽ മാത്രമായി ഇരിക്കും. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒന്ന് കല്ലറയിൽ പോകും. അതെ. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കും. ഒരു മാസം കഴിയുമ്പോൾ 2 മാസം കഴിയുമ്പോൾ അങ്ങനെ ആൾ ജീവിച്ചിരുന്നതായിട്ട് പോലും ചിന്തിക്കില്ല. അത്രമാത്രം ഒരു സ്പെക്കാണ് നമ്മളൊന്ന് മനസ്സിലാക്കുക. ഒരു കൃമി മാത്രമാണ് നമ്മളൊന്ന് മനസ്സിലാക്കുന്നതാണ് ജീവിതം. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ വിചാരിക്കില്ല, ഈഗോയൊക്കെ ആൾക്കാർ പലപ്പോഴും ഉള്ളതാണ്. ഈഗോ, ഞാൻ വലിയ CEO ആണ്, ഞാൻ വലിയ ബിസിനസ് പേഴ്സണാണ്. പക്ഷേ ഈ ഇറിപ്ലേസബിൾ ആണ് ചിന്തിക്കുന്നത് തന്നെ നമ്മളെ ഹമ്പിളാക്കാൻ സഹായിക്കും. ഹ്യൂമിലിറ്റി എന്ന് പറയുന്ന ഹൈ പെർഫോമൻസിൻ്റെ വലിയൊരു പാർട്ടാണ്. അപ്പോൾ ആ ഒരു തോട്ട് എപ്പോഴും നമ്മളുണ്ടാകാം, ഞാൻ റീപ്ലേസബിൾ ആണ്. ഏത് വലിയ പോസ്റ്റ്, ഇന്ത്യൻ പ്രധാനമന്ത്രി മുതൽ ഒരു സെക്യൂരിറ്റി ഗാർഡ് വരെ, അത് ചെറുതായിട്ട് പറയുന്നതല്ല, ആ ഒരു ഏത് പൊസിഷൻ വരെ, തൂപ്പുകാരൻ പറയുന്നതും സാധാരണ പറയുന്നത് റീപ്ലേസ് ചെയ്യാൻ സാധിക്കും. ഒരിക്കലും ഒരു ബോസ്റ്റിംഗ് ആയിട്ടുള്ള എന്നെ കൂടാതെ ഒന്നും നടക്കില്ല എന്ന ചിന്താഗതി ഒരു മണ്ടത്തരമായിട്ടുള്ള ചിന്താഗതിയാണെന്നുള്ളതും നമ്മൾ ഈ ഹൈ പെർഫോമൻസ് ജേർണിയിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. എത്രയും നേരത്തെ ജേർണി ആരംഭിക്കുക, വൈകാതിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ദുർഘടമായ സമയം വരുമെന്ന് ഉറപ്പാണ്. അത് ഇപ്പോൾ തന്നെ എഴുതി വയ്ക്കുക. വന്നിട്ടില്ലെങ്കിൽ ദാറ്റ് ഈസ് കമ്മിങ്, ദാറ്റ് ഈസ് വെയിറ്റിംഗ്. അത് ഒത്തിരി പണമുള്ള ആൾക്ക് പണമായിട്ടാകണമെന്നില്ല, ആരോഗ്യ പ്രശ്നമായിട്ടായിരിക്കാം. ഒത്തിരി ആരോഗ്യവും പണമുള്ള ആൾക്ക് ചിലപ്പോൾ റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഇനി എല്ലാം ഉള്ള ആൾക്ക് ചിലപ്പോൾ ഒരു പേരുദോഷമായിരിക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ അത് എന്തെങ്കിലും ആളുകൾ, ജീവിതം എന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, ജീവിതം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെ പരാജയങ്ങൾ നേരിടാമെന്നുള്ളതാണ്. ലൈഫ് ഈസ് അബൌട്ട് ഹൗ യു ഹാൻഡിൽ ഫെയിലിയേഴ്സ്. അപ്പോൾ ഞാൻ എൻ്റെ കോച്ചിങ്ങിന് വരുന്ന ആളുകൾക്ക് എപ്പോഴും പറയുന്ന കാര്യം, യു എംബ്രേസ് ഫെയിലിയേഴ്സ് ഓഫൻ. പരാജയങ്ങൾ നേരിടാൻ സാധിക്കുക. ഇപ്പോൾ ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ഇൻവിറ്റേഷൻ ഫ്രം യൂണിവേഴ്സ് ടു ടെസ്റ്റ്മെൻറ്റ് യുവർ സെൽഫ്. നമ്മെ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു എക്സ്പെരിമെൻ്റ് ലൈഫ് എന്ന് പറയുന്നത്. ഒരു പരാജയത്തെ വേണമെങ്കിൽ എനിക്ക് പറയാം, എനിക്ക് പരാജയമൊന്നും വേണ്ട, ഞാൻ ഇതിനെ നേരിടാൻ തയ്യാറല്ല. ഇപ്പോൾ നമ്മൾ ഹൈ പെർഫോമൻസ് എന്ന് പറയുന്ന ജേർണി എന്ന് പറയുന്നത് തന്നെ നിങ്ങളെ ഹൈ പെർഫോമർ ആക്കാനുള്ളൊരു കോളുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ നിഷേധി കണ്ടെത്തുക, അതിൽ ഫോക്കസ് ആക്കുക, സിസ്റ്റം ഉണ്ടാക്കുക, നിങ്ങൾ അതിനകത്ത് വെൽത്ത് ഉണ്ടാക്കുക, ഫെയിം ഉണ്ടാക്കുക, റിലേഷൻ ബിൽഡ് ചെയ്യുക, ഇതെല്ലാം നമ്മൾ പറയുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അക്സെപ്റ്റ് ചെയ്യാം, വേണമെങ്കിൽ നിങ്ങൾക്ക് ജേർണി അക്സെപ്റ്റ് ചെയ്യാം. അതുകൊണ്ട് ഈ ജേർണി ഷോർട്ടല്ല, കോസ്റ്റ്ലിയാണ്. സ്കില്ല് വേണം, സമയം വേണം, ക്ഷമ വേണം. ആ ജേർണി നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണോ? നിങ്ങളെ യൂണിവേഴ്സ് വിളിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ലോകം വിളിക്കുകയാണ്, നിങ്ങൾ ഇന്നൊരു വലിയ മിഷൻ ചെയ്യണം. ആ മിഷൻ ചെയ്യുമ്പോൾ ഒരിക്കലും വിചാരിക്കില്ല ഇപ്പോൾ അത് നടത്തിയെടുക്കാന്നുള്ളത്. അങ്ങനെ ലോകത്തെല്ലാവരും ചെയ്യില്ലേ? അത് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കും. പക്ഷേ ഈ കൺസിസ്റ്റൻസി, ഈ പെർസിവറൻസ്, പരാജയങ്ങൾ നിലനിൽക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇതിലിപ്പോൾ പറഞ്ഞൊരു കാര്യം, ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞല്ലോ ഈ ഒരു മേഖലയിൽ. പ്രത്യേകിച്ചും ഹ്യൂമിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് പോലെ തന്നെ വളരെ അറഗൻ്റായിട്ടുള്ള, അഡമൻ്റായിട്ടുള്ള ചില ആളുകൾ പലപ്പോഴും ഹ്യൂമിലിയേറ്റ് ചെയ്യുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ചും അപ്പോൾ ആ സാഹചര്യങ്ങളിൽ ഈ അവരുടെ പെർഫോമൻസിനെ മൊത്തത്തിൽ അത് അഫക്റ്റ് ചെയ്യില്ലേ? മൊത്തത്തിൽ അവരുടെ എന്താണ് പറയുക, ഓഫീസ് എൻവയോൺമെൻറ്റിനെ മൊത്തം അത് വളരെ ദോഷകരമായിട്ട് ബാധിക്കുമല്ലോ. ഇതിന് ടോക്സിക് കൾച്ചർ എന്ന് നമ്മൾ പറയാറുണ്ട്. ഇപ്പോൾ ഗൂഗിളിൻ്റെ ഒരു പ്രൊജക്റ്റാണ് പ്രോജക്റ്റ് അരിസ്റ്റോട്ടിൽ, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിൻ്റെ പ്രൊജക്റ്റ് അരിസ്റ്റോട്ടിൽ, അല്ലെങ്കിൽ ഓക്സിജൻ എന്നുള്ള പ്രൊജക്റ്റൊക്കെ ഉണ്ട്. അതിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം സൈക്കോളജിക്കൽ സേഫ്റ്റി എന്ന് പറയും. എന്നുവെച്ചാൽ മാനസികമായി നമ്മൾ എത്രമാത്രം സേഫായിട്ടൊരു ഓർഗനൈസേഷൻ ഫീൽ ചെയ്യുന്നു. അതെപ്പോഴും ഒരു കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ ഞാൻ ഡോക്ടർ മനുവുമായിട്ട് സംസാരിച്ചപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഈ ഓഫീസ് കൾച്ചർ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ട്രസ്റ്റ്, ഈ സൈക്കോളജിക്കൽ സേഫ്റ്റി, ഇതെല്ലാം പ്രൊജക്റ്റ് ഓക്സിജൻ അല്ലെങ്കിൽ പ്രൊജക്റ്റ് അരിസ്റ്റോട്ടിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പില്ലറാണ്. അപ്പോൾ ഇത് ഹൈ പെർഫോമൻസ് തീർച്ചയായിട്ടും, ഞാൻ ഹൈ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ ശരിക്കും ഹൈ പെർഫോമൻസ് എന്ന് പറയുന്നത് ഇമോഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുടെയും പ്രധാനപ്പെട്ട കാര്യം ഇമോഷണൽ റെഗുലേഷൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ മടി, ദേഷ്യം, നിരാശ, പരാജയം, ഇതെല്ലാം നമ്മുടെ ഇമോഷൻസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ കാലഘട്ടം ഇമോഷൻ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ആശയത്തിന് ഇത്രയും പ്രചാരമുള്ളത്. ഹൈ പെർഫോമർക്ക് ഏറ്റവും അധികം വേണ്ട കാര്യമാണ് ഇമോഷൻ ഇൻ്റലിജൻസ്. നിങ്ങളൊരു CEO ആണെന്ന് വിചാരിക്കുക. പണ്ടൊക്കെ ആളുകൾ ശമ്പളം തരത്തില്ല എന്ന് പറഞ്ഞ് പേടിപ്പിക്കും, പറഞ്ഞു വിടുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊന്നും
വർക്കാകില്ല. ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് പോളിസി ഒന്നും വർക്കാകത്തില്ല. ഇന്ന് അബ്സല്യൂട്ട്ലി ഹൗ യു ആർ ഹാൻഡ്ലിങ് പീപ്പിൾ, റിലേഷൻഷിപ്സ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾ എത്ര നല്ല പെർഫോമർ ആണെങ്കിൽ കൂടെയും നിങ്ങൾ ഒരു ഓർഗനൈസേഷനിൽ നിന്ന് പുറത്താകാനുള്ള സാധ്യത അല്ലെങ്കിൽ ആകെ ഡിസ്ലൈക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ഈ ഗൂഗിളിൽ പ്രൊജക്റ്റ് തുടങ്ങാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ, മൈക്രോസോഫ്റ്റും ഗൂഗിളും എല്ലാം ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് എംപ്ലോയീസിനെ ഹയർ ചെയ്യുന്ന ഓർഗനൈസേഷനായിരുന്നു. പക്ഷേ ഏറ്റവും ബെസ്റ്റ് എംപ്ലോയീസിനെ ഹയർ ചെയ്തിട്ട് കൂടെയും അതനുസരിച്ച് പ്രൊഡക്ടിവിറ്റി ഒക്കെ ഉണ്ടാക്കാൻ സാധിച്ചില്ല. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് അവർ ഡിസൈൻ ചെയ്തത്. എന്തുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് എംപ്ലോയീസിനെ, ലോകത്തിന് ഏറ്റവും അധികം സാലറി കൊടുക്കുന്ന ആളുകളെ നിങ്ങൾ നിയമിച്ചിട്ടും ഉദ്ദേശിക്കുന്ന രീതിയിൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാകുന്നില്ല? അവിടെയാണ് ഇവർ മനസ്സിലാക്കിയത് സൈക്കോളജിക്കൽ സേഫ്റ്റി, മാനസികമായിട്ടുള്ള ഇമോഷണലി ആളുകളെ സേഫായി ഫീൽ ചെയ്യാൻ സഹായിക്കുന്നുണ്ടോ. ഒരു കാര്യം ഓപ്പണായി തുറന്നു പറയാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ പൊതുവെ പറയാറുള്ള കാര്യം, പീപ്പിൾ ആർ നോട്ട് ക്വിറ്റിംഗ് ഓർഗനൈസേഷൻ ബട്ട് പീപ്പിൾ ആർ ക്വിറ്റിംഗ് ദ ബോസ്. പലപ്പോഴും ബോസ് മോശമാണെങ്കിൽ ആളുകൾ ഓർഗനൈസേഷൻ വിട്ടുപോകുന്നുണ്ട്. പല ഓർഗനൈസേഷൻ കൾച്ചറുകളും ഫൗണ്ടർ മോശമാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെല്ലാം വളരെ നെഗറ്റീവാണെങ്കിൽ അതെല്ലാ എംപ്ലോയീസിലേക്കും മാനേജറിലേക്കും MD-യിലേക്കും എല്ലാം സ്പ്രെഡ് ചെയ്യും. അത് ആളുകളെ കൊന്നു തിന്നും. അപ്പോൾ ഹൈപ്പർഫോർ ആകാൻ ആഗ്രഹിക്കുന്ന ആൾ എങ്ങനെ വ്യക്തികളെ ഹാൻഡിൽ ചെയ്യണം. നമ്മളൊക്കെ ഓഫീസിൽ പല പൊസിഷനിൽ വർക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പല ആളുകളുണ്ടാവും. കുറേ ആളുകൾ വളരെ കോപ്പറേറ്റീവ് ആയിരിക്കും. ചില ആളുകൾ വളരെ ഈഗോ ഉള്ള ആൾക്കാരുണ്ടാവും. ഓഫീസ് പൊളിറ്റിക്സ് കളിക്കുന്ന ആൾക്കാരുണ്ടാവും. അരഗൻ്റായിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഇവരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. ഇവരെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം. സോ ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ഹൗ യു ഹാൻഡ്ലിങ് ഇമോഷൻസ്. ഒന്ന് നമ്മുടെ ഇമോഷൻസ്. ഇപ്പോൾ നമുക്ക് ദേഷ്യം വരുന്നു, സങ്കടം വരുന്നു, സന്തോഷം വരുന്നു, നിരാശ വരുന്നു, ഗിവ് അപ്പ് ചെയ്യാൻ തോന്നുന്നു. ഇതെല്ലാം നമ്മുടെ ഇമോഷൻസാണ്. അപ്പോൾ അതിന് നമ്മൾ ഹാൻഡിൽ ചെയ്യണം. ഒപ്പം തന്നെ ഓഫീസിൻ്റെ ആളുകളുടെ പല ഇമോഷൻസ് നമ്മൾ ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇമോഷൻ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് അവെയർ അബൌട്ട് യുവർ സെൽഫ് ആൻഡ് അവെയർ അബൌട്ട് അതേഴ്സ് ആൻഡ് ബീയിങ് എംപത്തറ്റിക് എന്ന് പറയും. ഇത് വലിയ വേറൊരു മേഖല. നമ്മളെ പല വീഡിയോ, എൻ്റെ ബുക്ക് തന്നെയുണ്ട്, ശാന്തിയുടെ താക്കോൽ പുസ്തകം പറയുന്നത് തന്നെ എങ്ങനെ പല ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ്. പല പോഡ്കാസ്റ്റും നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് ഇമോഷൻസിനെ കുറിച്ച്. ഇത് വേറെ വലിയൊരു മേഖലയാണ്. പറഞ്ഞു വന്നത് കൺസിസ്റ്റൻസിയെ കുറിച്ചായിരുന്നു. ഇപ്പോൾ ഷുജി നക്കാവറ എന്ന് പറയുന്ന ഒരാൾ, അവർ ബ്ലൂ ബൾബ് കണ്ടുപിടിച്ച ആളാണ്. ഏകദേശം 10 വർഷം അവർ എക്സ്പീരിയൻസ് ചെയ്ത ശേഷമാണ് ഈ ഒരു ബ്ലൂ ബൾബ് കണ്ടുപിടിക്കുന്നത്. ഈ തോമസ് ആൽവ എഡിസൻ്റെയും നമുക്കറിയാൻ സാധിക്കും. വർഷങ്ങൾ അദ്ദേഹം എക്സ്പീരിയൻസ് ചെയ്തിട്ട് അദ്ദേഹത്തിന് 1000-ഓളം പ്രാവശ്യം അദ്ദേഹത്തിന് ബൾബ് കണ്ടുപിടിക്കുന്ന ആ പ്രോസസ്സിൽ പരാജയപ്പെട്ടു. പക്ഷേ അത് നിർത്തിയില്ല അദ്ദേഹം. അപ്പോൾ 1000ാമത്തെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നത്, ഇതിന് 1000 പ്രാവശ്യം പരാജയപ്പെടുകയല്ല ചെയ്തത്, എങ്ങനെയൊക്കെ നടക്കില്ല എന്ന് കണ്ടുപിടിക്കുകയായിരുന്നു ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് ആദ്യം പറഞ്ഞാൽ വീണ്ടും പറയാം, കൺസിസ്റ്റൻസി ഉണ്ടാകുക എന്ന് പറയുമ്പോൾ വിത്തൗട്ട് റിസൾട്ട് വി ആർ വർക്കിംഗ്. നമ്മളൊരു കാര്യത്തിൽ കൺവിൻസ്ഡ് ആണ്, ഫോക്കസ്ഡ് ആണെങ്കിൽ വിജയിക്കുന്നത് വരെ നമ്മൾ പോവുക, ഇടയ്ക്ക് നിർത്താതിരിക്കുക. ഷുഡ് നോട്ട് ബി ബോതർഡ് അബൌട്ട് റിസൾട്ട്സ്. ഇപ്പോൾ CA പഠിക്കുന്ന ആൾ, സിവിൽ സർവീസ് പഠിക്കുന്ന ആൾ, ACC പഠിക്കുന്നയാൾ, വലിയ ബിസിനസ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നയാൾ, അവർ ചിന്തിക്കേണ്ടത് ആം ഐ ഡൂയിങ് ദ വർക്ക് ഫോർ ദ ഡേ. അല്ലാതെ ഞാൻ IAS കിട്ടിയോ, സിവിൽ സർവീസ് കിട്ടിയോ, CA കിട്ടിയോ, ACC പാസ്സായോ, അതല്ല ചിന്തിക്കേണ്ടത്. റിസൾട്ട് കിട്ടുന്ന വരെ വർക്ക് ചെയ്യാമെന്നുള്ള ഒരു ചിന്താഗതിയാണ് നമുക്ക് വേണ്ടത്. അതിന് പ്രോപ്പർ സിസ്റ്റം വേണം, തെറ്റായ രീതി ചെയ്തത്. അപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റിയാണ് കൺസിസ്റ്റൻസിക്ക് വേണ്ടത്. അത് ലോകത്തിൽ അറിയപ്പെടുന്ന പല ആളുകൾ, ഇപ്പോൾ ജാക്മ എന്ന് പറയുന്ന ആൾ, അദ്ദേഹം വളരെ പ്രശസ്തനായിട്ടുള്ള ചൈനയിലെ ഏറ്റവും അറിയപ്പെടുന്ന ബില്യണർ ബിസിനസ്മാനാണ്. ആലിബാബ എന്ന് പറയുന്ന ഇൻഡസ്ട്രിയിലെ ആളാണ്. അദ്ദേഹം ചെറുപ്പകാലങ്ങളിൽ അദ്ദേഹം വളരെ സ്ട്രഗിൾ ചെയ്തു ഇംഗ്ലീഷ് പഠിക്കാൻ, പുതിയ ബിസിനസ് ബിൽഡ് ചെയ്യാൻ. പക്ഷേ അദ്ദേഹം കൺസിസ്റ്റൻ്റായിട്ട് ഫോളോ ചെയ്യുകയായിരുന്നു. കോണൽ സാൻഡേഴ്സൺ, KFCയുടെ ആൾ, അദ്ദേഹം പല പ്രാവശ്യം പരാജയപ്പെട്ടു. പക്ഷേ അദ്ദേഹം വീണ്ടും അത് ചെയ്ത് വിജയിപ്പിക്കാനായി ശ്രമിക്കുകയായിരുന്നു. ലോകത്തിൽ ലെജൻഡായിട്ടുള്ള ഏത് കാര്യങ്ങളും ഇങ്ങനെ തന്നെയാണ്. കൺസിസ്റ്റൻസി ബീറ്റ്സ് മോട്ടിവേഷൻ, കൺസിസ്റ്റൻസി ബീറ്റ്സ് ഫെയിലിയേഴ്സ്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട, എപ്പോഴും ആളുകൾ പറയുന്ന കാര്യമാണ്, യു സ്റ്റാർട്ട് അറ്റ്ലീസ്റ്റ് സ്മോൾ. ഏറ്റവും ചെറുതായെങ്കിലും സ്റ്റാർട്ട് ചെയ്യുക. ഒന്ന്. രണ്ടാമത് നമ്മൾ പറയുന്ന കാര്യമാണ് ടു മിസ് റൂൾ. നിങ്ങളൊരു സിസ്റ്റം ഉണ്ടാക്കുകയെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരു സിവിൽ സർവീസ് പഠിക്കുന്ന ആൾക്ക് ഒരു ന്യൂസ് പേപ്പർ വായിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്ക് തൻ്റെ മേഖലയിൽ എക്സ്പോഷർ ഉണ്ടാക്കുക എന്ന് പറയുന്നത് നോൺ നെഗോഷ്യബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ 2 മിസ് റൂൾ എന്ന് പറയുന്നത്, നിങ്ങളുടെ റൂട്ടീനിലെ ഒരു കാര്യത്തെ 2 പ്രാവശ്യം തുടർച്ചയായി ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഫിറ്റ്നസ്സിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഡെയിലി ജിമ്മിൽ പോകുന്ന ആൾ, അദ്ദേഹം ഒരു ദിവസം ജിമ്മിൽ പോകാതിരുന്നോട്ടെ കുഴപ്പമില്ല, പക്ഷേ 2 ദിവസം ജിമ്മിൽ പോകാതിരിക്കരുത്. 2 പ്രാവശ്യം അടുപ്പിച്ച് നിങ്ങളൊരു കാര്യത്തെ മിസ് ചെയ്താൽ യു ആർ ഔട്ട്. അത് ഗോൾഡൻ പ്രിൻസിപ്പിളാണ്. രണ്ടാമത് നമ്മൾ പറയുന്ന കാര്യം ദ ബ്രേക്ക് ഡൗൺ സിസ്റ്റം എന്ന് പറയും. ആ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ ജിമ്മിൽ പോകാൻ ഇന്ന് ആരോഗ്യമില്ല, അല്ലെങ്കിൽ മടിയാണ്, നിങ്ങൾ പോവുക. 1 മണിക്കൂർ ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ നിങ്ങൾ ഇന്ന് 10 മിനിറ്റ് ചെയ്യുക.
സിസ്റ്റത്തിൻ്റെ ഒരു നോൺ നെഗോഷ്യബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരിക്കലും മാറ്റാൻ പാടില്ലാത്ത പ്രിൻസിപ്പിളാണ് നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. വാട്ട് എവർ ദ ഇൻറ്റൻസിറ്റി. ഇറ്റ് ഈസ് നോട്ട് അവർ ഇൻറ്റൻസിറ്റി ബട്ട് കൺസിസ്റ്റൻസി എന്ന് പറയും. എത്രമാത്രം ശക്തമായി ചെയ്യുന്നു എന്നുള്ളതല്ല, നിങ്ങൾ ചെയ്യുന്ന ചെറിയ കാര്യമാണെങ്കിൽ കൂടെയും തുടർച്ചയായി ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഹൈ പെർഫോമൻസിൻ്റെ എസൻസ് ആയിട്ട് ഒരു ഗോൾഡൻ പ്രിൻസിപ്പിൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒരു കർഷകന്റെ മകനായി ഒരു ഗ്രാമത്തിൽ ജനിച്ച് ഒരു സർക്കാർ വിദ്യാലയത്തിൽ പഠിച്ച് പല വിഷയങ്ങളിലും തോറ്റ് ഞാൻ ഇന്ന് 15 പുസ്തകങ്ങൾ എഴുതിയെങ്കിൽ, 25 ഇന്റർനാഷണൽ പ്രബന്ധങ്ങൾ രചിച്ചുവെങ്കിൽ, 1500ഓളം യൂട്യൂബ് വീഡിയോകൾ ചെയ്തുവെങ്കിൽ, 29-ാം വയസ്സിൽ PhD നേടിയെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായും സാധിക്കും. ഞാൻ എൻ്റെ പഠനങ്ങളുടെയും ജീവിതത്തിൻ്റെയും വെളിച്ചത്തിൽ ഡെവലപ്പ് ചെയ്ത മനോഹരമായ മെത്തഡോളജിയാണ് ദ മൈക്രോ അസൽ മെത്തേഡ്. നിങ്ങൾ ഏത് നിലയിലായിരുന്നാലും, നിങ്ങൾ പരാജയപ്പെട്ട ആളായിക്കോട്ടെ, നിങ്ങൾ ബിസിനസ്സുകാരനായിക്കോട്ടെ, നിങ്ങൾ പ്രൊഫഷണൽ ആയിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് വളരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ജീവിതത്തിൽ ഹൈ പെർഫോമർ ആകാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ വർക്ക്ഷോപ്പിൽ ജോയിൻ ചെയ്യുക. ഞാൻ എങ്ങനെ ഹൈ പെർഫോമർ ആയി എന്ന് നിങ്ങളെ നിരന്തരമുള്ള ഗൈഡൻസിലൂടെ ഞാൻ പഠിപ്പിക്കുന്നതാണ്. താഴെ കാണുന്ന ലിങ്കിലൂടെ എൻ്റെ അതിമനോഹരമായ വർക്ക്ഷോപ്പിൽ ജോയിൻ ചെയ്യുക. നമുക്ക് നേരിൽ കാണാം. ഓൾ ദി ബെസ്റ്റ്.